മഹേഷ് പണിക്കർ. ഇവിടെ ഇപ്പോൾ നാളെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലുള്ളത് ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും വീണ്ടും ചോദ്യം ചെയ്യുകയാണ്. ഡി മണി ഇപ്പോഴും ഒന്നും പറയുന്നില്ല. പക്ഷേ ഒരു പ്രധാനപ്പെട്ട വിവരം ഇന്ന് പുറത്തു വന്നത് രമേശ് ചെന്നിത്തല പറഞ്ഞ പ്രവാസി വ്യവസായി അയാൾ കൊടുത്തിരിക്കുന്ന മൊഴി എന്ന് പറയുന്നത് സ്വർണ്ണ ഉരുപ്പിടികൾ ഇവർ കൈകാര്യം ചെയ്തു എന്നുള്ളതാണ്. അതല്ലാതെ ആന്റിക്കോ പഞ്ചലോക വിഗ്രഹങ്ങളോ കൈകാര്യം ചെയ്തു എന്നുള്ളതല്ല, സ്വർണ്ണ ഉരുപ്പിടികൾ എന്നാണ്. അപ്പോൾ സ്വർണ്ണ ഉരുപ്പിടികൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വർണം പൂശിയിട്ടുള്ള, സ്വർണം ക്ലാഡ് ചെയ്തിട്ടുള്ള ആ സ്വർണ്ണ ഉരുപ്പിടികൾ തന്നെയാകാം, അതിനാണ് സാധ്യത. അന്വേഷണം അതിന്റെ ഒരു അന്തിമഘട്ടത്തിലേക്ക് എത്തുകയാണെന്ന് തോന്നുന്നുണ്ടോ? തൊണ്ടി കിട്ടണമല്ലോ. ഇത് എവിടെ കൊണ്ടുപോയി വെച്ചിരിക്കുന്നു? ഇത് മുഴുവനായിട്ട് ഒരു സ്ഥലത്താണോ അല്ലെങ്കിൽ പല സ്ഥലത്താണോ? ഇത് കിട്ടുക എന്നുള്ളത് കേസിൽ വളരെ ക്രൂഷ്യലാണല്ലോ. അതിലേക്ക് എത്തുകയാണെന്ന് വിചാരിക്കാമോ? തീർച്ചയായിട്ടും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഈ സ്വർണ്ണപ്പാളി എന്ന് പറഞ്ഞാൽ ഈ 2019 ഇവർ ചെയ്തിരിക്കുന്ന 3 പ്രാവശ്യമായിട്ട് എടുത്തിരിക്കുന്ന 3 സംഭവങ്ങൾ, 2 കേസായിട്ടുള്ള സംഭവം. അപ്പം അതിൻ്റെ ഒരു സംഭവം മാത്രമേ ആയിട്ടുള്ളൂ. ഇതിൻ്റെ മേളിലോട്ടുള്ള നമ്മുടെ വാജിവാഹനമുണ്ട്, പ്രയാർ ഗോപാലകൃഷ്ണൻ എടുത്തു കൊടുത്ത വാജിവാഹനമുണ്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ 2009 താഴെക്കുടങ്ങളുണ്ട്, കൊടിമരമുണ്ട്, 18-ാം പടിയുണ്ട്. അപ്പോൾ ശബരിമലയായിട്ട് ബന്ധപ്പെട്ട കാലാകാലങ്ങളിൽ ഇരു രാഷ്ട്രീയ പാർട്ടികളിൽ പെട്ടവരും രാഷ്ട്രീയമല്ലാത്തവരും, ഈ അഡ്മിനിസ്ട്രേറ്റർ ഗുത്തം സാർ കഴിഞ്ഞിട്ട് അഡ്മിനിസ്ട്രേറ്ററായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ നിയോഗിച്ച് 2009 ജയകുമാർ സാറാണ് അവിടെ ഭരണത്തിലുള്ളത്. അപ്പം രാഷ്ട്രീയപരമായിട്ടും അല്ലാതെയും ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരുന്നവരെ തെറ്റിദ്ധരിപ്പിച്ചിട്ടോ അല്ലെ അവരുടെ പങ്കാളിയാക്കിയോ ഉണ്ണികൃഷ്ണൻ ആൻഡ് പോറ്റി കമ്പനി അവിടെ ഒരു വിളയാട്ടം നടത്തിയിട്ടുണ്ട്. ഇവരെ കാലാകാലങ്ങളിലെ ഈ രാഷ്ട്രീയം രണ്ടും വിരുദ്ധ രാഷ്ട്രീയത്തിലുള്ള 2 ഇതിനകത്തെ ആൾക്കാരെയൊക്കെ ഇവർക്ക് സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട്, അല്ലെ തന്ത്രിയെ സ്വാധീനിക്കാൻ പറ്റുന്നുണ്ട്. അവരൊരു ഗ്രൂപ്പായിട്ട് പ്ലാൻ ചെയ്തിട്ട് കാലാകാലങ്ങളിൽ അധികാര സ്ഥാനത്തിൽ ഇരുന്നവരെ അല്ലെ ഉദ്യോഗസ്ഥരെ, അവരെയൊക്കെ ഒരു ഉദ്യോഗസ്ഥർ എന്തായാലും 20 കൊല്ലം അല്ലെ 15 കൊല്ലം ഒരാൾ വരത്തില്ലല്ലോ. അപ്പം അവരെയൊക്കെ സ്വാധീനിച്ചിട്ട് അത് 2 രീതിയിലും അവരെ പങ്കാളികളാക്കി സ്വാധീനിക്കാം, അല്ലെങ്കിൽ അവരറിയാതെ അല്ലെ അവരെ മറ്റു കാര്യങ്ങൾ വെച്ചിട്ട് അവരുടെ സിനിമാ ബന്ധമോ അല്ലെ രാഷ്ട്രീയ ബന്ധമോ ഒക്കെ കാണിച്ച് പേടിപ്പിച്ച് അങ്ങനെയാകാം. അതൊന്നും നമുക്ക് അന്വേഷണത്തിൽ കൂടെ അറിയാൻ പറ്റും. പക്ഷെ എന്നിരുന്നാലും ഇവരുടെ പോറ്റി ആൻഡ് കോ അവിടെ നടത്തിയിരിക്കുന്ന മൊത്തം കൊള്ളയും വരാതെ, അതായത് വാജിവാഹനം ഉൾപ്പെടെയുള്ള ഒറിജിനൽ വാജിവാഹനവും അഷ്ടദിക്പാലകരും അവിടുത്തെ കൊടിമരമൊക്കെയുള്ള മൊത്തം സാധനങ്ങളും അയ്യപ്പന് തിരിച്ചു കിട്ടിക്കൊണ്ടേ ഈ അന്വേഷണം. ഇതൊരു തുടക്കമാണ്. അയ്യപ്പന് ഒരു അമ്പെടുത്ത് വിട്ടിരിക്കുക. ഇതങ്ങ് കൊള്ളുന്നിടത്തൊക്കെ കൊള്ളുന്നുണ്ട്, അതിനെ ആരും തടയാൻ പറ്റുന്നില്ല. ഇത് പല സാഹചര്യത്തിൽ കൂടെ അതിന്റെ രീതി പോകുന്നുണ്ട്. അപ്പം അത് ഉറപ്പായിട്ടും അതിന്റെ എല്ലാ രീതിയിലുള്ള അന്വേഷണത്തിലോട്ടും എത്തി അതൊരു പൂർണ്ണതയിലേക്ക് എത്തി. ശബരിമലയിലെ മൊത്തം അഡ്മിനിസ്ട്രേഷൻ ലെവല് അതിനകത്ത് വരുന്ന ആ ഒരു ലെയർ, നമ്മൾ ഓരോരോ ലെയറിനകത്തുള്ള അപകടം മനസ്സിലാവുന്നുണ്ട്. ഇപ്പം തന്ത്രിയായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെയൊക്കെയുള്ള വിഷയങ്ങളെല്ലാം ഒന്ന് പരിഹരിച്ച് അവിടെ സമാന്തരമായിട്ടുള്ള ഒരു ഭരണ സംവിധാനം, ഇത് സത്യം പറഞ്ഞാൽ ഈ വക നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ അവിടുത്തെ ഒരു മരാമത്ത് വിഭാഗം ദേവസ്വം ബോർഡിന് സ്വന്തമായിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലുള്ളവർ മാത്രം ഈ സ്വർണ്ണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവരാണ് കൈകാര്യം ചെയ്യുന്നത്. സ്പോൺസർ എന്ന് പറഞ്ഞൊരു സാധനത്തിനെ കൊണ്ടുവരുന്നു. ഇവർ മൊത്തത്തിൽ ഇത് ദേവസ്വം ബോർഡിന്റെ മരാമത്ത് അറിയാതെയാണ് ഈ പരം നിർമ്മാണങ്ങളെല്ലാം നടന്നിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏകദേശം 500 കിലോയോളം സ്വർണം ഭഗവാൻ അയ്യപ്പന്റെ നമ്മുടെ ലോക്കറി ഇരിപ്പുണ്ട്. ഏകദേശം 1500 കിലോയോളം സ്വർണം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കയ്യിലുണ്ട്. ഈ 10, 1, 2 കിലോയ്ക്ക് വേണ്ടിയൊന്നും ആൾക്കാരുടെ ഈ സ്പോൺസർമാരുടെയോ അല്ലെങ്കിൽ മറ്റാൾക്കാരുടെയൊക്കെ ഒന്നും തെണ്ടേണ്ട ഒരാവശ്യവും അയ്യപ്പനില്ല. അയ്യപ്പന്റെ തന്നെ സ്വത്ത് ഇഷ്ടം പോലെ ഉണ്ട്. ഒന്ന് പണിയണമെങ്കിൽ അവിടെ തന്നെ ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥരോ മരാമത്തുകാർക്കോ അവിടെ ചെയ്ത് പൂശാനേ ഉള്ളൂ. ഈ വെളിയിൽ നിന്നുള്ള ആൾക്കാരെ ഈ ഭണ്ഡാരിയോ അല്ലെങ്കിൽ ഗോവർദ്ധനെയോ അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടൊന്നും ഇത് ചെയ്യിപ്പിക്കേണ്ട ഒരാവശ്യവും ഇല്ല. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ കാര്യങ്ങൾ ആ സിസ്റ്റം റിയൽ ആയിട്ടുള്ള ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള രാജാവിന്റെ കാലത്തുള്ള സിസ്റ്റം അവിടെ ഉണ്ട്. സിസ്റ്റത്തിന്റെ കുഴപ്പമല്ല. പക്ഷെ ആ സിസ്റ്റത്തിൽ ഇവരെല്ലാം പഴുതുണ്ടാക്കി ഒരു നല്ല രീതിയിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പഴുതുകളെല്ലാം അടച്ച് ഇത് പൂർണ്ണമായിട്ടും സമൂഹത്തിനും ഭക്തജന സമൂഹത്തിനും നല്ലതാകുന്ന രീതിയിൽ ഇതിനകത്ത് രാഷ്ട്രീയവും ഈ ഇലക്ഷൻ ഉള്ളത് കൊണ്ടാണ് ഈ രാഷ്ട്രീയം. ഇലക്ഷൻ ഇല്ലെങ്കിൽ ഇതൊന്നുമില്ല. അപ്പം ഇലക്ഷന്റെ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഒരു വിഷയം മാത്രമായിട്ട് ഇതിനെ കാണാതെ അയ്യപ്പ ഭക്തരുടെ വിശ്വാസത്തെ കൂടെ, ഇത് സത്യം പറഞ്ഞാൽ ഇപ്പൊ ഈ പോറ്റി എന്നുള്ള പാലടി ഗാനമൊക്കെ ഭയങ്കരമായിട്ട് മുഴങ്ങി കേൾക്കുന്നു. സത്യം പറഞ്ഞാൽ അതിനകത്തൊരു ചെറിയ വിഷമമുണ്ട്. കാര്യം ഈ പാലടി ഗാനം പാലടി എന്നുള്ള രീതിയിലോ ഉത്തമമാണെങ്കിലും പക്ഷെ ഇതിനെ ഒരു ഭക്തിഗാനമായിട്ട് പലരും തെറ്റിദ്ധരിക്കുന്നുണ്ട്, അന്യഭാഷക്കാരൊക്കെ. ആ തെറ്റിദ്ധാരണ ഒരു 20-ാം തീയതി വരെ, ജനുവരി 20-ാം തീയതി കഴിഞ്ഞാൽ സീസൺ കഴിഞ്ഞാൽ അതുവരെയെങ്കിലും ഇതിനൊരു വലിയ പ്രാമാണികം കൊടുക്കായിരുന്നു കഴിഞ്ഞാൽ മറ്റു ഭാഷക്കാർ അവർ ഒറിജിനൽ പാട്ടാണെന്ന് പറഞ്ഞാണ് ഭക്തിഗാനമെന്ന് പറഞ്ഞ് നമ്മൾ ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്. പല വണ്ടികളിലും അതൊക്കെ വരുന്നതിനകത്ത് ഈ പാട്ട് കേൾക്കുന്നുണ്ട്. അപ്പം അതിൻ്റെയൊക്കെ ചെറിയ അപകടമുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയത്തിൽ ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ശരി.